ഇതാണ് നമ്മുടെ ചോദ്യം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ. നീളം വീതിയേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണ്. വീതി എക്സും നീളം വൈയുമായാൽ സമവാക്യങ്ങൾ എഴുതുക. വശങ്ങളുടെ നീളം കണക്കാക്കുക. ഇത് 2 സ്കോറാണ്. അപ്പോൾ ഇവിടെ വീതി എക്സ് തന്നിട്ടുണ്ട്, നീളം വൈ തന്നിട്ടുണ്ട്. അപ്പോൾ ചതുരത്തിന്റെ ചുറ്റളവ് എന്തായിരിക്കും? ചതുരത്തിന്റെ ചുറ്റളവ് 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് എന്ന് നമുക്ക് അറിയാം. ഇനി ഒന്നാമത്തെ നിഗമനം പ്രകാരം എന്ത് കിട്ടും? 2 ഇൻറ്റു നീളം എത്രയാ? വൈ ആണ്, വീതി എക്സ് ആണ്. 2 ഇൻറ്റു വൈ പ്ലസ് എക്സ് അത് എത്രയായിരിക്കും? 40 സെന്റിമീറ്റർ. ഇതിൽ നിന്നും വൈ പ്ലസ് എക്സ് എന്തെഴുതാം? 40/2, അതായത് എക്സ് പ്ലസ് വൈ 20 എന്നെഴുതാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? നീളം എന്ന് പറയുമ്പോൾ വൈ, വീതിയേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതൽ. വീതി എക്സ് ആണ്, അതിനേക്കാൾ 8 കൂടുതൽ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വൈ എക്സ് സമം എക്സ് പ്ലസ് 8 എന്ന് സമവാക്യം 1 ഉപയോഗിക്കുമ്പോൾ എക്സ് പ്ലസ് വൈക്ക് പകരം എക്സ് പ്ലസ് 8 20 എന്ന് കിട്ടും. അപ്പം ഇതിൽ നിന്നും 2x പ്ലസ് 8 20 എന്ന് എഴുതാം. അപ്പോൾ 2x 20 മൈനസ് 8, ഓക്കെ, അതായത് 12. അപ്പോൾ നമുക്ക് എക്സ് എന്തെഴുതാം? 12/2, അതായത് 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സ് 6 ആയാൽ സമവാക്യം 1 ഉപയോഗിച്ച് എക്സിന് പകരം 6 കൊടുക്കുന്നു. 6 പ്ലസ് വൈ എന്തായിരിക്കും? 20. അപ്പോൾ വൈ 20 മൈനസ് 6, അപ്പോൾ എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സമവാക്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ സമവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ 20 എന്ന് പറയുന്നത് ഒരു സമവാക്യം, വൈ സമം എക്സ് പ്ലസ് 8 എന്ന് പറയുന്നത് രണ്ടാമത്തെ സമവാക്യം. ഇനി വശങ്ങളുടെ നീളം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് 6, വൈ 6, എന്താണ് അതിൻ്റെ യൂണിറ്റ്? സെന്റിമീറ്റർ. ഓക്കെ, വൈ 14 സെന്റിമീറ്റർ. ഓക്കെ, ഇതുപോലത്തെ ഒരു ചോദ്യം അധികവും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാണ് പാർട്ട് എയുടെ ഉത്തരം, ഇതാണ് പാർട്ട് ബിയുടെ ഉത്തരം. ഓക്കെ.